UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇന്ന് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്രൈസിസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. ഇത് ഒരു എറിക്സൻ്റെ ഒരു തിയറിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഈ എറിക്സണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ തിയറിയിൽ 8 സ്റ്റേജുകൾ വിശദീകരിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെയുള്ള 8 സ്റ്റേജുകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ 8 സ്റ്റേജുകളിലുള്ള കൺസെപ്റ്റുകളാണ് ഈ ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിലേതാണ് കറക്റ്റ് ചോയ്സ്, ഏതാണ് ശരിയല്ലാത്തത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. എറിക്സൺ ഓക്കെ. അപ്പോൾ ക്രൈസിസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. ഇത് നമ്മൾ പറഞ്ഞു എറിക്സൻ്റെ തിയറിയാണ്. ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം, എറിക്സൺ. ഇദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെയാണ് ഉണ്ടാവുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. ഈ എറിക്സണ് 8 സ്റ്റേജുകളായിട്ടാണ് ഈ തിയറി വിശദീകരിക്കുന്നത്. 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ 8 സ്റ്റേജുകളും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചോദ്യത്തിൽ 3 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. 4ാമത്തെ തെറ്റുത്തരാണ്. 3 സ്റ്റേജുകളിലുള്ള സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ 8 സ്റ്റേജുകളും വിശദമായിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് തിയറി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ സൈക്കോ സോഷ്യൽ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് എറിക്സൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇവിടെ അഡോളസൻസ് അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അഡൾട്ട്ഹുഡാണ്. ഒരു കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഡെവലപ്മെൻ്റാണ് വിശദീകരിക്കുന്നത് എങ്കിൽ എറിക്സൺ അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി ജനിച്ചത് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള സ്റ്റേജുകളെ 8 വ്യത്യസ്ത സ്റ്റേജുകളായിട്ടാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ഓരോ സ്റ്റേജിലും ഓരോ ക്രൈസിസ് ഉണ്ടായിരിക്കും. അതിന് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിർച്വൽ ഈഗോ ഡെവലപ്പ് ചെയ്യുമെന്നൊക്കെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കൺസെപ്റ്റുകൾ ജസ്റ്റ്
പറയുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ശരിക്കും നമുക്ക് 3-4 ദിവസങ്ങളൊക്കെ പിടിക്കും ഈ തിയറി വിശദമായിട്ട് പറയാൻ. നമുക്ക് ഓരോ കൺസെപ്റ്റുകളും ടെക്നിക്കൽ ടേംസൊക്കെ ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എറിക് എറിക്സൻ്റെ തിയറിയാണ്. തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. എറിക് എറിക്സൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 സ്റ്റേജുകളുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഈ സ്റ്റേജ് വരുന്നത് ഇൻഫാൻസിയിലാണ്. അതായത് ജനനം മുതൽ 18 മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സ്റ്റേജ് ഉണ്ടാവുന്നത്. ഇൻഫാൻസി സ്റ്റേജ് ഇൻഫാൻസിയിലാണ് വരിക. ബർത്ത് മുതൽ 18 മന്ത്. ഈ സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് വിശദീകരിക്കുന്നത് ഒരു വ്യക്തി ഒരു ശിശു നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണല്ലോ, വരുന്ന സ്ഥലം സേഫ് ആണോ അല്ലയോ എന്നതിൻ്റെ ബേസിലാണ് ഒരു കുട്ടി അനലൈസ് ചെയ്യാണ്. ഈസ് ദ വേൾഡ് എ സേഫ് പ്ലേസ്? ആ വ്യക്തിക്ക് സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണോ അല്ലേ എന്നുള്ളതാണ് ആ വ്യക്തി ഇവിടെ അനലൈസ് ചെയ്യുന്നത്, ആ കുട്ടി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ് ആണെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, അൺസേഫ് ആണെങ്കിൽ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ മെയിൻ ഇഷ്യൂ എന്താ? ഈസ് ദ വേൾഡ് എ സേഫ് പ്ലേസ്? ലോകം, അതായത് ലോകം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമല്ല ഉദ്ദേശിക്കുന്നത്, ആ കുട്ടി ജനിച്ച സ്ഥലം ആ വ്യക്തിക്ക് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ അല്ലയോ? ഈ സമയത്ത് എന്താണ്, ഈ കുട്ടി പൂർണ്ണമായിട്ടും അവരുടെ കെയർ ഗീവറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളായിരിക്കും അല്ലേ. അപ്പോൾ ആ ഭക്ഷണത്തിനും എല്ലാത്തിനും ഉണ്ടാവും? അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നുണ്ടാവും. ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ മാതാപിതാക്കളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? സെക്യൂരിറ്റിയും ട്രസ്റ്റും ഡെവലപ്പ് ചെയ്യും. ഇനി അല്ല, ആ വ്യക്തിക്ക് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിറവേറ്റി കൊടുക്കുന്നില്ലെങ്കിൽ അത് ഒരു ആങ്സൈറ്റി ബിൽഡ് ചെയ്യാൻ കാരണമാവും. അതെന്ത് ചെയ്യും? മിസ്ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഈ കെയർ ഗിവറിൻ്റെ റെസ്പോൺസിൻ്റെ ബേസിലായിരിക്കും ട്രസ്റ്റും മിസ്ട്രസ്റ്റും ബിൽഡ് ചെയ്യുക. റെസ്പോൺസ് ഓഫ് കെയർ ഗിവർ. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അതായത് കുട്ടിയുടെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. കുട്ടിയുടെ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല, കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തില്ല, അപ്പോൾ മിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. ഈ സമയത്ത് ഹോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. പ്രതീക്ഷ. അതായത് നമ്മൾ കുട്ടി എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? സേഫ് പ്ലേസ് ആണ്. അപ്പം ആ ചുറ്റുപാടുള്ള ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി മനസ്സിലാക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, ട്രസ്റ്റ് ഓർ മിസ്ട്രസ്റ്റ്. നമ്മൾ ചോദ്യത്തിൽ ഒന്നാമത്തെ, അപ്പോൾ ഇത് കറക്റ്റാണല്ലേ, ഒന്നാമത്തെ ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്. ഇനി അടുത്ത സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. ഓട്ടോണമി ആൻഡ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. രണ്ടാമത്തെ സ്റ്റേജാണ് എറിക് എറിക്സൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്.
ഇത് ഏജ് ഇത് വരുന്നത് ടോഡ്ലർഹുഡിലാണ്. ടോഡ്ലർഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 മന്ത് മുതൽ ഏകദേശം ഒരു 3 ഇയർ വരെയുള്ള കാലഘട്ടം, അതിനാണ് ടോഡ്ലർഹുഡ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എന്താണ് കുട്ടി നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സ്റ്റേജിൽ ആ കുട്ടി നോക്കുന്നത് എന്താണ്, സേഫ് പ്ലേസ് ആണോ അല്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് അറ്റോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഈ ഘട്ടത്തിൽ ടോഡ്ലർഹുഡിൽ ഒരു കുട്ടി അനലൈസ് ചെയ്യുന്നത് ഈ കുട്ടിക്ക് സ്വയം എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുമോ അതോ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ എന്നതാണ്. ഇവിടെ മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട്, അതായത് ഈ ജനിച്ച വ്യക്തി അനലൈസ് ചെയ്യുന്നത് എന്താണ്, ക്യാൻ ഐ ഡു തിങ്സ് മൈസെൽഫ് or am I born to fail? ഫെയിൽ, അതായത് എല്ലാ പ്രവൃത്തിയും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഇവിടെ ചില സമയത്ത് എന്ത് ചെയ്യും, കുട്ടി ഓവർ പ്രൊട്ടക്റ്റീവ് ആവും, ക്രിട്ടിക്കലാവും, മിസ്റ്റേക്കുകൾ പണിഷ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിക്ക് എന്തുണ്ടാവും, ഷെയിം ആൻഡ് ഡൗട്ട് ഉണ്ടായിരിക്കും. ചില സമയത്ത് പാരൻസ് കുട്ടികളെ സെൽഫ് സഫിഷ്യൻസി സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോണമി എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആ വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെയും പാരൻസ് കെയർ ഗിവറാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. കുട്ടികൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഇൻസ്പയർ ചെയ്യുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഒരു സെൽഫ് സഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യും, ഓട്ടോണമി ഡെവലപ്പ് ചെയ്യും. ഇനി കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അവരെ പണിഷ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, അതുപോലെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാരൻസ് ഉണ്ടായിരിക്കും. അത് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ള സ്റ്റേജിലേക്ക് കടന്നു പോകും. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ കൺസിഡർ ചെയ്യണം. ഇവിടെയും എന്താണ് ശരിക്ക് രണ്ട് സ്റ്റേജുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഇപ്പോൾ പാരൻസ് എൻകറേജ്, രണ്ടും പാരൻസ് തന്നെ ചെയ്യുന്നത്, പാരൻസ് എൻകറേജ് ചെയ്യുന്നു, സെൽഫ് സഫിഷ്യൻസി പ്രോത്സാഹിപ്പിക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യും, ഓട്ടോണമി ബിൽഡ് ചെയ്യും. ഓക്കെ, ഓട്ടോണമി. ഇനി പാരൻസ് എന്താണ്, ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നു, അതുപോലെ തന്നെ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് പണിഷ് ചെയ്യുന്നു, മിസ്റ്റേക്ക്. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഷെയിം ആൻഡ് ഡൗട്ട് വരുന്നത്. ഇവിടെ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വിൽ എന്ന് പറയുന്ന ഈഗോ ആണ്. വില്ലാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഈഗോ വരുന്ന ഹോപ്പാണ്. അപ്പോൾ ഇത് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്, അത് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം, സ്റ്റേജ് 3. ഇത് വലിയൊരു തിയറിയാണ്, ഒരുപാട് സമയമെടുക്കും ഇത് ഡിസ്കസ് ചെയ്യാൻ. ചുരുക്കി ബേസിക് കൺസെപ്റ്റുകൾ മാത്രം ഡിസ്കസ് ചെയ്യാണ്. ഇത് എഴുതാം.
ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഇത് ഏജ് വരുന്നത് പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡാണ്. പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്. ഇത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സ്റ്റേജ് ഉണ്ടായിരിക്കുക. ഇവിടെ ഈ കുട്ടി നോക്കുന്നത്, ചിന്തിക്കുന്നത്, ഒരു വ്യക്തി ഒരു കാര്യം പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടോ എന്നതാണ് കുട്ടി അനലൈസ് ചെയ്യുന്നത്. ഒരു പ്രവർത്തനം പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് കുട്ടി എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ് ആവും. എക്സിക്യൂട്ടീവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഗിൽട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ. അപ്പോൾ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മെയിൻ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ആം ഐ ഗുഡ് ഓർ ബാഡ് അറ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ടാസ്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ് ഗെയിമുകൾ പ്ലാൻ ചെയ്യാനും അത് ആക്ടിവേറ്റ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതുപോലെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പിയർ ഗ്രൂപ്പുമായിട്ട് പ്രോപ്പറായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇനീഷ്യേറ്റീവായി മാറുന്നു. ഇപ്പം ഈ വ്യക്തിയെ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക, പുറത്തു പോകാൻ കഴിയാതെ നിയന്ത്രിച്ച് നിർത്തുക, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻട്രാക്ഷൻ കിട്ടാതെ വരുന്നു. അത് ഇവരുടെ പ്ലാനിങ്ങിനെയും എക്സിക്യൂട്ടീവിനേക്ക് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുന്നു. ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട അടുത്ത സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് പ്ലാൻ. കുട്ടികൾ ഇൻവെൻറ്റ് ഗെയിംസ്, പുതിയ പുതിയ ഗെയിംസ് എന്ത് ചെയ്യും? ഇൻവെൻറ്റ് ചെയ്യും, കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പ്ലാൻ ആക്ടിവിറ്റീസ്, അങ്ങനെ അതുപോലെ തന്നെ ആൻഡ് ഇൻട്രാക്ട് വിത്ത് പിയർ ഗ്രൂപ്പ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയുള്ളതൊക്കെ ഈ സ്റ്റേജിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഈഗോ വരുന്നത് പെർപ്പസ് എന്ന് പറയുന്ന ഈഗോ വെർച്യു ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പർപ്പസാണ്. ഒരു പർപ്പസ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഓക്കെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ. അടുത്ത ഇപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ ക്വസ്റ്റ്യനാണ്. ഒന്ന് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്, രണ്ടാമത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ബാക്കിയുള്ളതൊന്നും നമ്മളിപ്പോൾ പഠിച്ച ബാക്കിയുള്ളതൊന്നും ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. ആകെ 3 പറഞ്ഞുള്ളൂ. 8 3 പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 5 പറയാത്തതാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നാലാമത്തതിലേക്ക് കടക്കാം. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഇത് വരുന്നത് സ്കൂൾ ഏജിലാണ് കേട്ടോ. ഏജ്
സ്കൂൾ ഏജ്. 6 മുതൽ 11 വരെ ഇയറിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് കുട്ടി അന്വേഷിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ, അതായത് പിയർ ഗ്രൂപ്പ്സിനെ അപേക്ഷിച്ചിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല ആളാണോ, ബെറ്റർ ആണോ അല്ലയോ എന്നാണ് കമ്പയർ ചെയ്യുന്നത്. വായിക്കുക, എഴുതുക, മാത്സ് പ്രോബ്ലം ചെയ്യുക, സോഷ്യൽ റോൾ പ്ലേ ചെയ്യുക, അതുപോലെ സാമൂഹ്യ നിയമങ്ങൾ പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പിയർ ഗ്രൂപ്പ്സിനെ അപേക്ഷിച്ചിട്ട് ഞാൻ ബെറ്റർ ആണോ അല്ലയോ എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കുട്ടി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹൗ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ കുട്ടി എന്താണ് ഇവിടുത്തെ മെയിൻ വിഷയം എന്താണ്, കമ്പാരിസൺ ആണ്. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഞാൻ ബെറ്റർ ആണോ, എഴുതുന്ന കാര്യത്തിൽ, റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ, മാത്സ്, ഇങ്ങനെ കുറേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ ബെറ്റർ ആണോ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ബെറ്റർ ആവും, ആണെങ്കിൽ ഇനി ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും, ഈ കാര്യങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, ഹൗ ക്യാൻ ഐ ബി ഗുഡ് അറ്റ് തിങ്സ് കമ്പയർഡ് ടു മൈ peers. ഇതാണ് അടുത്ത ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടി ഇതിന് എന്താണ്, സ്കൂൾ എൻവയോൺമെൻറ്റിൽ ആദ്യമായിട്ട് കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യും, ഇന്ന് എന്താണ് കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾ മറ്റുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമല്ലോ അല്ലേ. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റീഷൻസ് ഡെവലപ്പ് ചെയ്യും അല്ലേ. ഈ കോമ്പറ്റീഷനാണ് എന്തിന് കാരണമാവുന്നത്, ഈ കമ്പാരിസണ് കാരണമാവുന്നത്. ഈ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാരിസൺ ഡെവലപ്പ് ചെയ്യുന്നത്. അത് സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് എവിടേക്കാണ്, റൈറ്റിങ്, അങ്ങനെ ഉള്ള ഓരോ ടാസ്കുകളുണ്ട്, റൈറ്റിംഗ്, മാത്സ് സ്കില്ലുകൾ, അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലാണ് എന്തുണ്ടാവുക, ഇത് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ അല്ലേ, അതിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എസ്പെഷ്യലി റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെയാണ് എന്താണ് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഇവിടെ രണ്ട് ഘട്ടമാണ്. ഒരു സ്കില്ല് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്കുണ്ടാവും ഒരു കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യും, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും. ഇനി ആ കുട്ടി മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ആ വ്യക്തി ഇൻഫീരിയർ ആണ്, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു, ഫീലായി, അങ്ങനെയാണെങ്കിൽ ഇൻഫീരിയോറിറ്റി ഉണ്ടാവും, ആ വ്യക്തിക്ക് ഇൻഫീരിയറായി മാറും, ഇന്നഡിക്കേറ്റ് ആണെന്ന് കരുതും. അങ്ങനെ രണ്ട് പേഴ്സ്പെക്റ്റീവാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോമ്പിറ്റൻസിനാണ്. ഈ അടുത്ത നമ്മളിപ്പോൾ 4 പറഞ്ഞല്ലേ, ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്, ആട്ടോണമി, ഷെയിം ആൻഡ് ഡൗട്ട്, ഇനീഷ്യേറ്റീവ് ആൻഡ് ഗിൽട്ട്, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫീരിയോറിറ്റി. ഇനി നമുക്ക് 5ാമത്തേലേക്ക് പോവാം. ഓക്കെ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഐഡൻറ്റിറ്റി വേഴ്സസ്
റോൾ കൺഫ്യൂഷൻ. ഇത് ഉണ്ടാവുന്നത് 12 വയസ്സിനെയും 18 വയസ്സിനും ഇടയിലാണ്. ഏജ് അഡോളസൻസ് കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുക. അതായത് 12 to 18 ഇയർ. ഓക്കെ, ഈ കാലഘട്ടത്തിലാണിത്. മെയിനായിട്ട് ഇവിടെ ഈ വ്യക്തി അനലൈസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഈ വ്യക്തി ഫിറ്റാണോ എന്നതാണ് നോക്കുന്നത്. ഞാനിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവിടെയുള്ള വാല്യൂസ്, അവിടെയുള്ള ബിലീഫ്സ്, അവിടെ ജോലികൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, അതിൻ്റെയൊക്കെ ബേസിൽ തന്നെയാണോ ഞാൻ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്. ഇപ്പം നിലനിൽക്കുന്ന സൊസൈറ്റിയിൽ ഞാൻ ഫിറ്റാണോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. പോലെ ഞാൻ ആരാണ്, ഈ സൊസൈറ്റിയിലുള്ള അപ്പോൾ മെയിലിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവും, ഫീമെയിൽ ഐഡൻറ്റിറ്റി ഉണ്ടാവും, അങ്ങനെ സൊസൈറ്റിയിൽ ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടാവും. അപ്പോൾ സെൽഫിനെ അനലൈസ് ചെയ്യാണ് വ്യക്തി ചെയ്യുന്നത്, ഞാൻ ആരാണ്. അതുപോലെ തന്നെ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു റോൾസ് ഉണ്ടാവും. ഇപ്പോൾ മെയിലാണെങ്കിൽ മെയിലിൻ്റെ റോൾ ഉണ്ടാവും, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ റോൾ ഉണ്ടാവും. അത് എഫക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റേജിൽ വ്യക്തി എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇവിടെ ഹൂ ആം ഐ ആൻഡ് വേർ ഡു ഐ ഫിറ്റ് ഇൻ. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും ഓരോ ഐഡൻറ്റിറ്റി ആയിരിക്കും. ഈ ഗ്രൂപ്പ് ഓഫ് ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചാണോ ഞാൻ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്, ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളാനാണ് എനിക്ക് ഏറ്റവും നല്ലത്, സൗകര്യം, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. വ്യക്തി എന്താണ് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാണ്. ട്രാൻസിഷൻ സ്റ്റേജാണ്. ട്രാൻസിഷൻ, ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. ഒരു വ്യക്തി അഡൾട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് ട്രാൻസിഷൻ സ്റ്റേജാണ്. അപ്പോൾ ആ വ്യക്തി സൊസൈറ്റി അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, ഇവർ എന്താണ് എക്സ്പ്ലോർ ചെയ്യും. വാല്യൂസ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിലീഫ്സ്, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ ചോയ്സ്, അതുപോലെ ജെൻഡർ ഐഡൻറ്റിറ്റീസ്, ഇതൊക്കെ വ്യക്തി ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വ്യക്തി ഒരാൾ ഫോക്കസ് ചെയ്യുന്നത് ഫെഡിലിറ്റിക്കാണ്. ഫെഡിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾനെസ് ടു ഓൺ സെൽഫ് ആൻഡ് ഓൺസ് വാല്യൂ. ഫെയ്ത്ത്ഫുൾനെസ് ടു ഓൺ സെൽഫ്, നമ്മളിൽ ഉള്ള വിശ്വാസം, ഇതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് സെൽഫ് ഐഡൻറ്റിറ്റി ഡിസ്കവർ ചെയ്യുക എന്നതാണ് ഈ സ്റ്റേജിലെ പ്രധാനപ്പെട്ട ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 എണ്ണം പറഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ.
ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇത് യങ് അഡൾട്ട്ഹുഡിലാണ് യങ് അഡൾട്ട്ഹുഡിലാണ് ഈ സ്റ്റേജ് വരുന്നത്. ഏജ് യങ് അഡൾട്ട്ഹുഡ്. യങ് അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ 19 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ് യങ് അഡൾട്ട്ഹുഡ് വരുന്നത്. നമ്മൾ എന്താണ് ഇവിടെ മെയിനായിട്ട് ആളുകൾ എന്താണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, അതോ ഞാൻ ഒറ്റയ്ക്കാണോ, ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലേ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇൻറ്റിമസിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഇൻറ്റിമേറ്റായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരെങ്കിലും സൊസൈറ്റിയിലുണ്ടോ, ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കാണോ, സ്വാഭാവികമായിട്ടുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വ്യക്തിക്ക് ഈ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വിൽ ഐ ബി ലൗഡ്, ഓർ വിൽ ഐ ബി അലോൺ. നമ്മൾ ഒറ്റയ്ക്കാണോ അതോ ആളുകൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടോ എന്നതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരുപാട് ഈ സാഹചര്യത്തിൽ ഒരുപാട് എന്താണ് ക്ലോസ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യമാണ്. അങ്ങനെ ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവുക, ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യും. ഇനി ആളുകളുമായിട്ട് ഒരു ഇൻട്രാക്ഷനോ ഇതൊന്നും ഇല്ലെങ്കിൽ ഐസൊലേഷൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം ആളുകൾക്ക് ചില ആളുകൾക്ക് എന്തുണ്ടാവും, ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഡം കുറയും എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവുമല്ലോ. മറ്റൊരാൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രീഡം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും, ഐസൊലേഷനിലേക്ക് പോകും. ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, കൂടെ ആൾ വേണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇൻറ്റിമസി എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കും പോകും. ഇവിടെ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ലവ് ആണ്. ലവ് എന്ന സ്നേഹം ഇതാണെന്ത് ഇവിടെ ലവ് ഉണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ ഇൻറ്റിമസി, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ മറ്റു ആൾക്കാരുമായിട്ടുള്ള സ്നേഹം ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇൻറ്റിമസി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഐസൊലേഷനിലേക്ക് ഒറ്റയ്ക്കായി മാറും. ഇനി നമുക്ക് അടുത്ത 7ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 7. ക്വസ്റ്റ്യൻ അല്ല, അടുത്ത സ്റ്റേജ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇത് ഏജ് വരുന്നത് മിഡിൽ അഡൾട്ട്ഹുഡ് ആണ്. മിഡിൽ അഡൾട്ട്ഹുഡ്, അതായത് നമുക്കറിയാം മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ 40ൻ്റെയും 65ൻ്റെയും ഇടയിൽ ഏജുള്ള സമയം ആണ് മിഡിൽ അഡൾട്ട്ഹുഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അത് നമ്മളെ ലൈഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, എങ്ങനെ നമ്മളെ ലൈഫ് ബിൽഡ് ചെയ്യണം, ഇതൊക്കെ ഒരു ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണിത്. ഇവിടെ ചിലപ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറ്റിവെക്കും, മക്കൾക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി. അത് ജനറേറ്റിവിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ സെൽഫിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട്.
അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകാറുണ്ട്, സൊസൈറ്റിയുമായി ഡിസ്കണക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഒരു സൊസൈറ്റിയുമായി കണക്ട് ചെയ്തിട്ട് അവരുടെ സഹായവും അവരെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ സ്റ്റേജിലേക്ക് അങ്ങനെയും പോവാം. ഒറ്റപ്പെട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവാം. ഇപ്പോൾ മെയിനായിട്ട് എന്താണ് ആളുകൾ ഇപ്പോൾ ചില ഇവിടെ മെയിനായിട്ടുള്ള ചോദ്യം, ഹൗ ക്യാൻ ഐ മേക്ക് മൈ ലൈഫ് ബെറ്റർ അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറയാം. ഇവിടെ എന്താണ് ജനറേറ്റിവിറ്റിയാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, എന്താണ് രണ്ട് രീതിയിൽ ഇവിടെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ജനറേറ്റിവിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ജനറേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മെൻറ്ററിങ് അതേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് പറയാം റൈസിങ് ചിൽഡ്രൻസ്. അതുപോലെ തന്നെ എന്താണ്, ബീയിങ് പ്രൊഡക്റ്റീവ് അറ്റ് വർക്ക്. അതുപോലെ എന്താ, കോൺട്രിബ്യൂട്ടിങ് ടു കമ്മ്യൂണിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് ചെയ്യാൻ കഴിയാത്ത വ്യക്തി എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർക്ക് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത സ്റ്റേജിലേക്ക് വന്ന സ്റ്റാഗ്നേഷനിലേക്ക് പോകും. അതായത് ഇപ്പോൾ എന്താണ്, ഫീലിംഗ് അൺപ്രൊഡക്റ്റീവ്, ഡിസ്കണക്റ്റഡ്, അങ്ങനെയുള്ള സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കും പോവാം. ഇവിടെ മെയിനായിട്ട് കെയറിനാണ് പ്രാധാന്യം. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടങ്ങളുണ്ട് നമ്മൾ പറഞ്ഞില്ല. ഇവിടെ കെയർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഡെവലപ്പ് ആവുന്നത്, കെയർ. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ 8th സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റേജ് 8, ഈഗോ ഇൻറ്റഗ്രിറ്റി. വേഴ്സസ് ഡിസ്പെയർ. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ ലേറ്റ് അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ ഓൾഡ് ഏജിലാണ് ഇതെന്ത് ചെയ്യുക, ഈ സ്റ്റേജ് ഉണ്ടാവുക. ഓൾഡ് ഏജ്, ലേറ്റ് അഡൾട്ട്ഹുഡ്. ഓൾഡ് ഏജ് നമുക്ക് ഒരു 65 വയസ്സിന് മുകളിൽ പറയാം. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി അനലൈസ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചത് മീനിങ് ഫുൾ ആണോ? ഡിഡ് ഐ ലിവ് എ മീനിങ് ഫുൾ ലൈഫ്? അതായത് എന്താണ്, നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ, ഓരോ ഘട്ടങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആ വ്യക്തി നോക്കുന്നത് ഡിഡ് ഐ live a meaningful
ലൈഫ്. ഇതാണ് ഇവിടെ നമ്മൾ ഫൈനൽ സ്റ്റേജ് ആണെന്ത്, ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാനിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണെന്ന് പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ ഈഗോ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും, ഡിസപ്പിയറും ഉണ്ടാവും. ഈഗോ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു ഇൻറ്റഗ്രിറ്റി, വിസ്ഡം ഡെവലപ്പ് ചെയ്യും. അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധങ്ങളുണ്ട്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ കുറേ ഗ്രീവിയൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ പരാതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് എന്താണ്, ഒരു ഡിസ്പെയർ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ബിലീഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്, ഈഗോ ഇൻറ്റഗ്രിറ്റി. ഈഗോ ഇൻറ്റഗ്രിറ്റി എങ്ങനെ ഉണ്ടാവുക? ഈഗോ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവൽ ആ വ്യക്തിക്ക് ഫീൽ എ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, അതുപോലെ തന്നെ പ്രൈഡ്, അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ പീസ് റിഗാർഡിങ് അക്കോംപ്ലിഷ്മെൻറ്റ്, പീസ്, സമാധാനം, വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവും. ബാഡ് എക്സ്പീരിയൻസ് ആ വ്യക്തി പഠിച്ചു, പുതിയ നല്ല ഗുഡ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ജീവിത ഭാഗമാക്കി മാറ്റി. ഇങ്ങനെയൊക്കെയാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുന്നത്. ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഡിസ്പെയർ എന്താണ്, കുറ്റബോധം, സീവിയർ റിഗ്രറ്റ്, അതുപോലെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അൺസോൾവ്ഡ് ഗ്രീവിയൻസസ്, ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, സോൾവ് ചെയ്യപ്പെടാത്ത. ഇതിലൂടെ എന്ത് ചെയ്യും, ഡിസ്പെയറിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ശരിക്കും വിസ്ഡമാണ് ഇവിടെ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. വിസ്ഡം ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ ആ വ്യക്തി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും, വിസ്ഡം ഉണ്ടാവും. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവില്ല, വിസ്ഡം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എറിക് എറിക്സൻ്റെ തിയറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു ടോപ്പിക്കാണ്, ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇനി മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഈ ക്ലാസ് കേട്ടാൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എറിക് എറിക്സൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇവിടെ ഏറ്റവും ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റൽ സൈക്കോളജിക്കൽ തിയറിയാണ് ഈ എറിക് എറിക്സൻ്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒക്കെ തിയറി എന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചിത ഒരു സൈക്കോസെക്ഷൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ്, ഒരു നിശ്ചിത കാലഘട്ടം വരെ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ എറിക് എറിക്സൺ അദ്ദേഹം എന്താണ് ലൈഫ് ടൈം പൂർണ്ണമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോസെക്ഷൽ സ്റ്റേജുകളായിട്ടാണ് അവരുടെ സ്റ്റേജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എറിക് എറിക്സൺ ഫോക്കസ് ചെയ്തത് സോഷ്യൽ ഇൻട്രാക്ഷനും കൾച്ചറുമാണ്. ഇവിടെ ഇദ്ദേഹം ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൾച്ചർ. സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആൻഡ് കൾച്ചർ. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെയും കൾച്ചറിൻ്റെയും ബേസിലാണ് ഇദ്ദേഹം 8 തിയറികൾ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. 8 തിയറികളും 8 സ്റ്റേജുകളാണ്. ഈ 8 സ്റ്റേജുകൾ ഉണ്ടാവും.
ഓരോ സ്റ്റേജിലും ഓരോ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. രണ്ട് ഓപ്പോസിങ് സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ പോസിറ്റീവ് എഫക്റ്റ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ട്രസ്റ്റ് മിസ്ട്രസ്റ്റ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. ഈ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, അതും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇൻഡസ്ട്രി ഇൻഫീരിയോറിറ്റി, ഐഡൻറ്റിറ്റി റോൾ കൺഫ്യൂഷൻ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിസ്പെയർ. ഇവിടൊക്കെ രണ്ട് വ്യത്യസ്ത സ്റ്റേജുകളെയാണ്, രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഇതാ ക്രൈസിസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഇവിടെ എറിക് എറിക്സന്റെ തിയറി ശരിക്കും നമ്മൾ പറഞ്ഞല്ലോ, ബർത്ത് മുതൽ എന്താണ് മരണം വരെയുള്ള സ്റ്റേജാണ്. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ചൈൽഡ്ഹുഡും അഡോളസൻസ്, ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെയുള്ള സ്റ്റേജുകളാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ശരിക്കും എന്താണ് മൂന്നെണ്ണം അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഫസ്റ്റ് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് സ്റ്റേജിന് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. പിന്നെ രണ്ടാമത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. രണ്ടാമത്തത് പിന്നെ വന്നത് ഓട്ടോണമി ഷെയിം ഓയിലില്ല, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. അപ്പോൾ ഇത് മൂന്നാമത്തതാണ്, മൂന്നാമത്തെ സ്റ്റേജാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സ്കൂൾ ഏജിലുണ്ടാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. നാലാമത്തെ സ്റ്റേജായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 4. ഇത് തെറ്റാണ്. സെൽഫ് കൺസെപ്റ്റ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ ടേം ശരിക്കും തെറ്റാണ്. ഈ സെൽഫ് കൺസെപ്റ്റും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എറിക് എറിക്സന്റെ തിയറി തന്നെ അല്ല. നമുക്ക് അതും കൂടെ എന്താണെന്ന് നോക്കാം. സെൽഫ് കൺസെപ്റ്റും സെൽഫ് ആക്ച്വലൈസേഷനും. സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ ആണ് എന്ത് പറയാം, സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയാം. ഹൗ വി പെർസീവ് our self. ഇവിടെ നമ്മളെങ്ങനെ നോക്കി കാണുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റും ഉണ്ടാവും, നെഗറ്റീവ് സെൽഫ് കൺസെപ്റ്റും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബെറ്ററാണ്, നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് കാണുന്നത് വെച്ചാൽ പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും, നെഗറ്റീവ് സെൽഫ് കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അത്ര തന്നെയാണ്, കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അടുത്തത് എന്തായിരുന്നു, അടുത്തത് സെൽഫ് കൺസെപ്റ്റ് വേഴ്സസ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നീഡ് ഹൈറാർക്കി തിയറി, അബ്രഹാം മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയിലാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്രഹാം മാസ്ലോ. അദ്ദേഹത്തിന് ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇതിൽ ഒരു വ്യക്തി അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുന്നതിനാണ് 5ാമത്തെ സ്റ്റേജായിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ.
നമുക്ക് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ക്ലാസ്സിൽ PYQ സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് ഫുൾ പൊട്ടൻഷ്യൽ അനലൈസ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് എന്ത് പറയാം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയാം. റെപ്രസെൻറ്റിങ് the realization of one's full potential. അപ്പോൾ ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം പൂർണ്ണമായിട്ടും അനലൈസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് കുറച്ചൊരു വിശദമായിട്ട് അനലൈസ് ചെയ്യേണ്ട ചോദ്യമാണ്. ഇത് ഇത്രയൊന്നും അല്ല ഇതിൽ അനലൈസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സമയം നിങ്ങൾ ഒരിക്കലും നോക്കരുത്. പരമാവധി ചോദ്യം കവർ ചെയ്യുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, പരമാവധി കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഡീപ്പായിട്ടാണോ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പോവുക, എങ്കിൽ മാത്രമേ എക്സാമിന് എന്ത് ചെയ്യുള്ളൂ, ഉപകാരപ്പെടുള്ളൂ. മറ്റ് ഒന്നിലും എന്ത് ചെയ്യൂല, നമ്മൾ ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ഇത്ര ഇൻഡെപ്തായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസെപ്റ്റുകൾ തിയറികളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഇഷ്ടം പോലെ 1-2 ചോദ്യങ്ങളല്ല, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഒറ്റ ചോദ്യം തന്നെ വരും. ഓപ്ഷൻസൊക്കെ പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓപ്ഷൻസൊക്കെ നമുക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരം ചിലപ്പോൾ ചില ടോപ്പിക്സ് ചോദ്യത്തിൽ ഉണ്ടാവില്ല, പക്ഷേ ഉത്തരത്തിൽ ഓപ്ഷനായിട്ട് തെറ്റുത്തരമൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തെറ്റുത്തരമാണ് എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടിയുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് വായിക്കുക, ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. പരമാവധി ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് വിശദമായിട്ട് തന്നെ പഠിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.